രാജ്യത്തിനൊപ്പം വമ്പൻ GST കളക്ഷനുമായി ഉത്തർപ്രദേശും. നേട്ടത്തിനു പിന്നിൽ രാമക്ഷേത്രം. 2024 ഏപ്രിലിൽ രാജ്യത്ത് 2.1 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് GST കളക്ഷനാണ്. ഉത്തർപ്രദേശിനും ഇത്തവണ വമ്പൻ GST കളക്ഷനാണ് നേടിയെടുക്കാൻ സാധിച്ചത്. 19% വളർച്ച രേഖപ്പെടുത്തി. പ്രതിമാസ GST കളക്ഷനിൽ തമിഴ്നാടിനെ പിന്നിലാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശ്. 2024 ഏപ്രിലിൽ 12,290 കോടി രൂപയുമായി മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത് എന്നിവയ്ക്ക് ശേഷം GST വരുമാനത്തിൽ കുതിക്കുന്ന നാലാമത്തെ വലിയ സംസ്ഥാനമായി UP മാറി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫാക്ടറികളുള്ള സംസ്ഥാനമായ തമിഴ്നാട് 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2023 ഏപ്രിലിൽ തമിഴ്നാടിന്റെ GST കളക്ഷൻ 11,559 കോടി രൂപയും UPയുടേത് 10,320 കോടി രൂപയുമായിരുന്നു. നികുതി വെട്ടിപ്പ് തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ, അടിസ്ഥാന സൗകര്യ വികസനം, അയോധ്യ രാമക്ഷേത്രം, വിനോദസഞ്ചാര മേഖലയിലെ കുതിപ്പ് എന്നിവ UPയുടെ GST വരുമാനത്തിലെ സമീപകാല കുതിച്ചുചാട്ടത്തിന് കാരണമായതായി വിദഗ്ധർ പറയുന്നു. രാമക്ഷേത്രത്തിന് റെക്കോർഡ് GST ശേഖരണത്തിൽ വലിയ സംഭാവനയുണ്ട്. കാരണം ജനുവരിയിൽ രാമക്ഷേത്രം തുറന്നു നൽകിയ ശേഷം സംസ്ഥാന ടൂറിസത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിനു ശേഷം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായതിനാൽ സർക്കാർ ഖജനാവും നിറഞ്ഞിരിക്കുകയാണ്. 2025 അവസാനത്തോടെ UPയിലെ വിനോദസഞ്ചാരികളുടെ മൊത്തം വാർഷിക ചെലവ് 4 ലക്ഷം കോടി കവിയുമെന്നും റിപ്പോർട്ടുണ്ട്. രാമക്ഷേത്രം പൂർത്തീകരിക്കുന്നതും വിവിധ സംരംഭങ്ങളും 2025 സാമ്പത്തിക വർഷത്തിൽ 20,000-25,000 കോടി രൂപയുടെ അധിക നികുതി വരുമാനത്തിലേക്ക് നയിക്കും. രാമക്ഷേത്രത്തിന് ചുറ്റും തീർത്ഥാടനം വർദ്ധിച്ചതിനാൽ ഹോട്ടലുകളും യാത്രാ സൗകര്യങ്ങളും വർദ്ധിച്ചു. ഇതുവഴി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 200 മുതൽ 300 കോടി രൂപ GST വരുമാനം ലഭിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ തമിഴ്നാട് ഗവർണർ RN രവിയും കുടുംബവും കഴിഞ്ഞ ദിവസം ദർശനം നടത്തി. ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു ഭാര്യയോടൊപ്പം അദ്ദേഹം അയോധ്യയിൽ എത്തിയത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത് എന്ന് ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിൽ അദ്ദേഹവും ഭാര്യയും ചേർന്ന് സരയൂ ആരതി നടത്തി. ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുകയും വിവിധ പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഇരുവരുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. 500 വർഷം നീണ്ട കാത്തിരിപ്പിനാണ് ക്ഷേത്ര ദർശനത്തിലൂടെ അവസാനമായത് എന്ന് ഗവർണർ പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ് രാമക്ഷേത്രം. ഇവിടെ എത്തുന്ന ഭക്തജനക്കൂട്ടം കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ഒത്തുചേരുന്നു. രാജ്യത്തിന്റെ വികസനത്തിനും ആളുകളുടെ ഐക്യത്തിനും വേണ്ടി ശ്രീരാമനോട് പ്രാർത്ഥിച്ചുവെന്നും ഗവർണർ പ്രതികരിച്ചു. അതോടൊപ്പം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അയോധ്യയിൽ എത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നഗരത്തിൽ എത്തുന്നത്. റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അയോധ്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.